भैया मुद्दा तो जो भी है, मैं तो आज ही आई हूँ। मैं तो यहाँ नहीं रहती, मैं वृंदावन से आई हूँ। देखा हमारे बहन भाई इतना सहयोग दे रहे हैं। देखो हम भी देश के नागरिक ही है सारे, ऐसी बात नहीं है। अगर एक अच्छा काम कर रहा है तो उसके पीछे सभी को अच्छा काम करना चाहिए। ये नहीं कि हम हिंदू है, हम मुस्लिम है, हम सिख है, हम ईसाई है। अगर एकजुट होकर चलोगे तो एक हो पाओगे। इस देश को क्यों बोले सोने की चिड़िया क्यों कहते हैं? क्यों इस देश के अंदर ना लोग सोने की तरह है। हर एक बंदा खिलकर आ रहा है बाहर। ആശ്വാസവാക്കുകളുമായിട്ട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രി അപ്രത്യക്ഷപ്പെട്ടെങ്കിലും അതൊന്നും തന്നെ ഈ സമരവീര്യത്തെ ചോർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ രാവിലെ തന്നെ വലിയ തോതിലുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉറപ്പുവരുത്തണം, പ്രധാനമന്ത്രി മാപ്പ് പറയണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴും വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് ഡൽഹി ജന്തർ മന്ദിറിൽ കാണാൻ സാധിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഈ സമയം കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. आपका प्रधान मुद्दा क्या क्या है? हम प्रोटेस्ट में आए हैं स्टूडेंट के समर्थन में जी। देखिए, सबसे पहले सबसे ज़रूरी महत्वपूर्ण बात यह है कि धर्मेंद्र प्रधान इस्तीफा दें, क्योंकि शिक्षा मंत्री ने जो शिक्षा के ओपिनियन पे जो काम किया है वो बिल्कुल भी सक्सेस नहीं हुआ है। और जो पुलिस ने यहाँ पे 2 दिन पहले, ये 3 दिन पहले की बात है, जो लाठी चार्ज की है, बच्चों को खून बहा है, उसमें से भगदड़ में एक लड़की की डेथ भी हो गई है। तो जितने भी यहाँ पर प्रोटेस्ट में लोग शामिल हैं वो सब यही चाहते हैं कि धर्मेंद्र प्रधान इस्तीफा दें और जो एजुकेशन के मामले में जो व्यवस्था ख़राब की हुई है हमारे मुल्क हिंदुस्तान की, उसको मतलब सही हो जाए। तो इसके लिए यहाँ पे प्रदर्शन जारी है हमारी से। ഇങ്ങനെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉറപ്പുവരുത്തണമെന്നുള്ള തന്നെയാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോഴും ഇവിടെ പറയുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിനോടകം തന്നെ ജന്തർ മന്ദർ കീഴടക്കിയിരിക്കുകയാണ്. 34-ാം ദിവസമാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോനം വാങ്ചുക്ക് അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചെങ്കിൽ പോലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉറപ്പാക്കുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ള തന്നെയാണ് ഇപ്പോൾ ഈ സമരക്കാരൊക്കെ തന്നെയും പറയുന്നത്. अब क्या मुद्दा क्या है? भैया मुद्दा तो जो भी है, मैं तो आज ही आई हूँ। मैं तो यहाँ नहीं रहती, मैं वृंदावन से आई हूँ। देखा हमारे बहन भाई इतना सहयोग दे रहे हैं। देखो हम भी देश के नागरिक ही है सारे, ऐसी बात नहीं है। अगर एक अच्छा काम कर रहा है तो उसके पीछे सभी को अच्छा काम करना चाहिए। ये नहीं कि हम हिंदू है, हम मुस्लिम है, हम सिख है, हम ईसाई है। अगर एकजुट होकर चलोगे तो एक हो पाओगे। इस देश को क्यों बोले सोने की चिड़िया क्यों कहते हैं? क्यों इस देश के अंदर ना लोग सोने की तरह है। हर एक बंदा खिलकर आ रहा है बाहर। क्यों आ रहा है? क्योंकि एकता। लेकिन अगर देश में ही इतना फैला देंगे कि हिंदू है, ये मुस्लिम है, ये है, वो है, तो कौन एक होकर पाए? ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് ഉള്ളത്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. പ്രധാനമന്ത്രി വലിയ ആശ്വാസവാക്കുകൾ പറഞ്ഞെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ സമരവീര്യത്തെ ചോർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ഇവിടെ തുടരും എന്നുള്ളത് തന്നെയാണ് ഈ CJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ സമര അനുകൂലികളും പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ അർദ്ധരാത്രിയിൽ പോലും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ മേഖലയിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ 17 മെട്രോ സ്റ്റേഷനുകൾ ഇപ്പോഴും പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ഈ മേഖലയിലേക്ക് ആളുകളുടെ കുത്തൊഴുക്ക് തടയുന്നതിനായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ തന്നെയും മറികടന്നുകൊണ്ട് പല വാഹനങ്ങളിലും കിലോമീറ്ററുകളോളം നടന്നുമാണ് ഈ പ്രതിഷേധത്തിനായിട്ട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത്. വലിയ തോതിലുള്ള പ്ലക്കാർഡുകളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ ഭരണഘടനയെ സംരക്ഷിക്കണം, വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളെ അംഗീകരിക്കില്ല എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യതലസ്ഥാനം ഇപ്പോഴും പാർട്ടികൾ കീഴടങ്ങുന്നത്. എന്തായാലും പാർലമെൻറ്റിലും സമാനമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. നിലവിൽ ഇപ്പോഴും ശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് തന്നെയാണ് CJP കടന്നിരിക്കുന്നത്. സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം അവസാനിപ്പിച്ചെങ്കിൽ പോലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ഈ സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CJP പ്രവർത്തകർ പറയുന്നത്. ഡൽഹിയിൽ നിന്നും ടീം മീഡിയ 1.